എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിബി അരുൺ, ലൈഫ് കോച്ചാണ്, മൈൻഡ് പവർ ട്രെയിനറാണ്, സ്പെഷ്യൽ പാരന്റ് മോട്ടിവേറ്റർ. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ പങ്കാളിയിൽ നിന്നും സ്നേഹം ലഭിക്കുക. എന്താണ് പങ്കാളിയിൽ നിന്നും നമ്മൾ വിചാരിക്കുന്ന അത്ര സ്നേഹം നമുക്ക് ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ ഉണ്ടാവുന്നത്? ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനുള്ള കുറച്ച് സൊല്യൂഷൻസും ഞാൻ പറഞ്ഞു തരാം. അപ്പം ആദ്യമായി നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മളൊരു കല്യാണം കഴിയാന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ പണ്ടത്തെ ഒരു ഡീപ്പ് ലവ്, നമ്മൾ ആദ്യകാലത്തൊക്കെ ഭയങ്കര ലവ് ആയിരിക്കും, ഡീപ്പ് ലവ് ആയിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ പങ്കാളി അനുസരിക്കും, എന്ത് ഭയങ്കര ചക്കരേ തേനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുറകെ നടക്കും, ഇല്ലേ? പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായേക്ക് കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? ഡീപ്പ് ലവ് നഷ്ടമാവുന്നു. അതിപ്പോൾ പ്രണയമായാലും റിലേഷൻഷിപ്പ് ആയാലും എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഒരു ഡീപ്പ് ലവ് പലരിലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ കൂടെ +2 പഠിച്ച ഒരു കുട്ടിയാണ്. പുള്ളിക്കാരത്തിയുടെ ലൈഫിൽ എന്താ സംഭവിച്ചത് ഞാൻ പറയാം. അവർ കല്യാണം കഴിച്ചത് 5 വർഷം ലവ് ചെയ്തിട്ടാണ്. +2 തൊട്ട് അവർ ലവ് ചെയ്യാണ്. അവർ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പോയത് അവർ എവിടെയാണ്? സേലത്താണ്. അപ്പോൾ അവർ ഒന്നിച്ചാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അവർ MScക്ക് പഠിച്ചതും അങ്ങനെ 5 വർഷത്തോളം അവർ ഒന്നിച്ച് പഠിക്കുകയും ഒന്നിച്ച് എന്താ പറയുക ലവ് ചെയ്ത് അത്ര സ്നേഹത്തിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ്. പക്ഷേ അവർ തമ്മിൽ കല്യാണം കഴിഞ്ഞ് 1 വർഷം ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിലുള്ള ആ ഡീപ്പ് ലവ് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്നോട് അവൾ ചോദിച്ചു, വിപി, എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നിനക്കതൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? എൻ്റെ ഹസ്ബൻഡിനെ എന്നിലേക്ക് തിരിച്ച് അടുപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെൽഫ് പ്രാക്ടീസ്, സെൽഫ് ലവ്, സെൽഫ് ഹീലിംഗ്, റിലേഷൻഷിപ്പ് മാസ്റ്ററി ക്ലാസ്സുകളിലൂടെ ഞാൻ അവർ തമ്മിലുള്ള വിള്ളലുകൾ മാറ്റാൻ കഴിഞ്ഞു എനിക്ക്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ അവർ കൂടുതൽ കെയർ ചെയ്യുക. ആര്? എൻ്റെ ഫ്രണ്ട് കെയർ ചെയ്യുമ്പം ഹസ്ബൻഡിനുള്ള കെയർ കുറഞ്ഞു. മനസ്സിലായോ? ഹസ്ബൻഡിൻ്റെ കെയർ കുറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് വിചാരിച്ചത്, കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ അയാളുടെ കുട്ടിയല്ലേ അവൾ താലോലിക്കുന്നത്, അപ്പോൾ ആ ഒരു ഇതിലൂടെ അയാളത് മനസ്സിലാക്കും, അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അയാൾ അതല്ല ചെയ്തത്. ഇവളിൽ നിന്ന് അകന്നിട്ട് അവർ തമ്മിലുള്ളൊരു വിള്ളലുകൾ ഉണ്ടായിട്ട് അയാൾ വേറൊരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ നഷ്ടമായി. അപ്പോൾ തിരിച്ച് നമുക്ക് അവളുടെ ഹസ്ബൻഡിനെ അവളിലോട്ട് കൊണ്ടുവരണം. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുക എന്ന് വെച്ചാൽ സെൽഫ് ഹീലിംഗ് ചെയ്യുക. നമ്മൾ സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ്, അതായത് നമ്മുടെ മനസ്സിലുണ്ടാവും, അയാൾ എനിക്ക് ഇങ്ങനെ ഞാൻ സ്നേഹിച്ച അയാളുടെ കുഞ്ഞിനെ വളർത്തുമ്പോൾ എന്നിൽ നിന്ന് അകന്ന് വേറൊരു തേർഡ് പാർട്ടിയിലോട്ട് പോയ ആളോട് എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? ദേഷ്യം, അല്ലേ? ദേഷ്യം എന്നൊരു വികാരം ഉണ്ടാവും. അയാളോടൊരു മാതിരി വെറുപ്പായിരിക്കും. വേറൊരാളുടെ അടുത്തോട്ട് പോയി, എന്നെ വിട്ട് വേറൊരാളുടെ അടുത്തോട്ട് പോയി എന്നുള്ളൊരു വെറുപ്പുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ അച്ഛനാണ്, നമ്മുടെ കുഞ്ഞിൻ്റെ അച്ഛൻ. നമ്മുടെ കുഞ്ഞിന് എപ്പോഴും സേഫ് സോൺ എന്ന് പറയുന്ന അച്ഛനും അമ്മയും ഒന്നിച്ച് നിൽക്കുന്നതാണ്. ഇപ്പം നമ്മൾ അയാളെ വിട്ട് വേറൊരാളെ മാരേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് അവിടെ സേഫ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി നമ്മൾ ഫോർഗീവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പ് മാസ്റ്ററി അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെൽഫ് ഹീലിംഗ് ചെയ്തു. അപ്പോൾ സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്തു. അതുപോലെ തന്നെ ഫോർഗീവ്നെസ് ചെയ്തു. അതുപോലെ ലോ ഓഫ് അട്രാക്ഷനിൽ കുറേ ടെക്നിക്കുകളുണ്ട്. റിലേഷൻഷിപ്പ് മാസ്റ്ററിയിലുള്ള ടെക്നിക്കുകൾ, ആ ടെക്നിക്കുകളെല്ലാം ചെയ്തപ്പോഴാണ് ഇവളുടെ ഹസ്ബൻഡ് തിരിച്ചിവൾ വന്നത്. പിന്നെ അതുപോലെ വേറൊരു കാര്യമാണ്, നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ഹസ്ബൻഡുമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കമ്പാരിസൺ ചെയ്താൽ അവർക്ക് തന്നെ ഒരു ദേഷ്യം നമ്മളോട് വരും. ഇവൾക്ക് എന്നെ മനസ്സിലാക്കുന്നില്ല, ഇവൾക്ക് എപ്പോഴും മറ്റൊരാളെ പൊക്കി പറ. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്,
ആൾക്കൊരു വ്യത്യാസം ഉണ്ടാവില്ല. ആ ഒരു രീതിയിൽ തന്നെ അയാളെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിൽ തന്നെ അയാൾ നിൽക്കും. അപ്പോൾ നമുക്ക് ഈ സെൽഫ് ഹീലിങ്, സെൽഫ് ലവ്, അതുപോലെ ഫോർഗീവ്നെസ്, പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ വിവിധ തരം ടെക്നിക്കുകളുണ്ട്. ഈ ടെക്നിക്കുകളിലൂടെ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിൻ്റെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ആ പഴയ ആ കല്യാണം കഴിഞ്ഞപ്പോഴത്തെ ഉള്ളൊരു ഡീപ്പ് ലവ് ഇല്ലേ, അത് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. നമുക്ക് ജീവിതകാലം എന്ന് വെച്ചാൽ നമുക്ക് മരിക്കുന്ന ആ ലൈഫ് ലോങ് നമുക്ക് ആ ഡീപ്പ് ലവ് ലഭിച്ചുകൊണ്ടിരിക്കും ഈ ടെക്നിക്കുകൾ ചെയ്താൽ. അപ്പം നിങ്ങളെ ഞാൻ എപ്പോഴും സഹായിക്കാൻ തയ്യാറാണ്. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, പങ്കാളിയായിട്ട് യോജിച്ച് പോകാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ള പങ്കാളി ഒരു തേർഡ് പാർട്ടിയായിട്ട് പോകുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ ഏത് സമയവും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ചോദിക്കാം. അതിൽ വളരെ നല്ല നല്ല ടെക്നിക്കുകളുണ്ട്. അതെല്ലാം പറഞ്ഞു തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഞാനത് മാറ്റിയെടുക്കുന്ന ഉറപ്പ് തരാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.